എന്നോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, അതോടൊപ്പം അഡ്വക്കേറ്റ് അനിരുദ്ധ്. സുപ്രീം കോടതിയിൽ ജന്തർ മന്ദറിലെ ഡൽഹി പോലീസ് നടത്തിയ ബയോമെട്രിക് നിരീക്ഷണങ്ങൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതിയിൽ ആ കേസുമായി ബന്ധപ്പെട്ട ARC അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ്. ഇത്തരം കേസുകളിലെല്ലാം തന്നെ ARO അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്, അദ്ദേഹം ആണ് എൻ്റെ ഈ കേസിലും ഹാജരായത്. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റ് കഴിഞ്ഞു. ആ പ്രൊട്ടസ്റ്റിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യം, അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് സർക്കാർ ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റിനെ കൈകാര്യം ചെയ്തത്. ജന്തർ മന്ദറിലേക്ക് പ്രൊട്ടസ്റ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങൾ തുടങ്ങിയിരുന്നു. അതിലേറെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരൻ്റെ സമാധാനപരമായി സംഘടിക്കുന്നതിനും പ്രതിഷേധിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള അവകാശമുണ്ട്. ആ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക്, ജനാധിപത്യപരമായ പ്രതികരണങ്ങൾക്ക് അങ്ങേയറ്റത്തെ ഫാസിസ്റ്റ് സമീപനമായിരുന്നു കേന്ദ്ര സർക്കാർ സമീപിച്ചത്. അതിലാദ്യം ചെയ്തത് മെറ്റയെ ഉപയോഗപ്പെടുത്തി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ രൂപീകരണ ഘട്ടത്തിൽ തന്നെയുള്ള നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള എല്ലാ കോണ്ടന്റുകളും നീക്കം ചെയ്യുകയായിരുന്നു ആദ്യം ചെയ്തത്. അതിന് മെറ്റയാണ് അന്ന് യൂണിയൻ ഗവൺമെൻറ് ഉപയോഗപ്പെടുത്തിയത്. അതിനുശേഷം ഇത് പ്രൊട്ടസ്റ്റിലേക്ക് വന്നു. പ്രൊട്ടസ്റ്റിലേക്ക് വന്നപ്പോഴേക്കും ജന്തർ മന്ദറിലും പരിസരങ്ങളിലും അനാവശ്യമായ നിയമവിരുദ്ധമായ പോലീസ് സർവൈലൻസുകൾ കൊണ്ടുവന്നു. അതും കഴിഞ്ഞതിന് ശേഷമാണ് അതിക്രൂരമായ ലാത്തി ചാർജ്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേട്ട വിദ്യാർത്ഥികൾക്ക് നേരെ അഴിച്ചുവിട്ടത്. ഇതിലൂടെ എല്ലാം ചെയ്യുന്നത് ജനാധിപത്യപരമായി പ്രതികരിക്കാനുള്ള ഒരു പൗരൻ്റെ അവകാശത്തെ ക്രഷ് ചെയ്യാം. ഇപ്പം ഇത് ഭരണഘടനാ അവകാശങ്ങൾക്ക് മേലുള്ള ലംഘനമാണ്. ബയോമെട്രിക് നിരീക്ഷണ സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തി. 2 തരത്തിലാണ് ബയോമെട്രിക് നിരീക്ഷണം അവർ ഏർപ്പെടുത്തിയത്. ഒന്ന്, ഒരു വാഹനം, ആ വാഹനത്തിൽ ബയോമെട്രിക് ക്യാമറകൾ, അത്തരം ഡാറ്റ കളക്ഷന് സാധ്യമാകുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവർ ശേഖരിച്ചു. മറ്റൊന്ന് സ്പെക്ടക്കിൾസ് വഴിയാണ്. അപ്പോൾ ഇത് രണ്ടും യഥാർത്ഥത്തിൽ പൗരന്മാരുടെ അനുവാദമില്ലാതെ അവരുടെ ഡാറ്റ അവരുടെ പ്രൈവസിയിലേക്ക് എൻറോച്ച് ചെയ്യുകയാണ്. ഇത് 2017 പുട്ടസ്വാമി കേസിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ അങ്ങേയറ്റം ലംഘനമാണ്. ഭരണഘടനയുടെ എല്ലാ അവകാശങ്ങൾ, അത് റൈറ്റ് ടു പ്രൈവസി ആകട്ടെ, സമാധാനപരമായി പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള, സംഘടിക്കാനുള്ള, പ്രതിഷേധിക്കാനുള്ള പൗരൻ്റെ അവകാശമാകട്ടെ, അതിനെല്ലാം നേരെയുള്ള കടന്നാക്രമണമാണ്. ഇതിനെതിരെ പാർലമെൻറ്റിനുള്ളിൽ ഞങ്ങൾ ശക്തമായി പ്രതികരിച്ചിരുന്നു. തെരുവിൽ ഞങ്ങൾ പ്രക്ഷോഭത്തിൽ വന്നിരുന്നു. ആ പോരാട്ടത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് നീങ്ങുന്നത്. ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ല. സുപ്രീം കോടതിയിലേക്ക് ഹർജിയുമായി പോകാനുള്ള കാരണം അതാണ്. ഹൈക്കോടതിയല്ല, സുപ്രീം കോടതിയിലേക്കാണ്. ഞങ്ങൾ നേരിട്ട് സുപ്രീം കോടതിയിലേക്കാണ് പോയത്. അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ ശ്രീ സുഭാഷ് ചന്ദ്രൻ തന്നെ വിശദീകരിക്കും നിങ്ങളോട്. ഞാൻ പോകാനിടയായ സാഹചര്യമാണ് വിശദീകരിച്ചത്. ഇത് പോകാനിടയായത് ഈ വിഷയത്തിൽ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ അതിൻ്റെ തുടർച്ചയാണ് ഈ നിയമ പോരാട്ടം. പാർലമെൻറ്റിൽ നടത്തുന്ന, തെരുവിൽ നടത്തുന്ന പോരാട്ടങ്ങളുടെ തുടർച്ചയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു പ്രശ്നം, ഇന്ത്യയിൽ ഇനി ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഇതൊരു ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഡേറ്റയാണ് ഈ ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായി മാത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഉൾപ്പെടെയുണ്ട്. നിങ്ങളൊക്കെ ഇവിടെ സജീവമായി മാധ്യമപ്രവർത്തനം നടത്തിയവരാണ്. നിങ്ങളുടെ ഉൾപ്പെടെയുള്ള ഡേറ്റ ഇതാരാ വെച്ചിരിക്കുന്നത്? അത് 2 സ്വകാര്യ ഏജൻസികളുടെ കൈകളിലാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സുപ്രീം കോടതിയിൽ ഇന്ന് ഈ കേസിൽ രാജ്യസഭയിലെ എൻ്റെ സഹപ്രവർത്തകയും അതോടൊപ്പം തന്നെ മുതിർന്ന സുപ്രീം കോടതിയിലെ അഭിഭാഷകയുമായ മേനക ഗുരുസ്വാമിയാണ് ഹാജരായത്. മറ്റു കാര്യങ്ങൾ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ വിശദീകരിക്കും. അല്ല, ഇതിനകത്തുള്ള പെറ്റീഷണറായിട്ടുള്ള സഖാവ് എ റഹീം സൂചിപ്പിച്ചതുപോലെ ഫേസ് റെക്കഗ്നീഷൻ ടെക്നോളജി എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. ഏതെങ്കിലും തരത്തിലുള്ള നിയമത്തിൻ്റെ പിൻബലമില്ല.
ഏതെങ്കിലും നിയമത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രോട്ടോക്കോളിൻ്റെയോ പിന്നെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറോ ഒന്നുമില്ലാതെയാണ് ഇത് ചെയ്യുന്നത്. സ്വാഭാവികമായും 2 സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ ഡാറ്റ കൈകാര്യം ചെയ്യുന്നത് നിയമലംഘനമാണ് എന്നുള്ള വാദമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. സ്വാഭാവികമായും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രയറാണ് ഈ പെറ്റീഷനകത്ത് ഉള്ളത് എന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി വിശദമായ വാദം കേൾക്കാൻ വേണ്ടി മറ്റ് ജന്തർ മന്ദറിലെ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കേസുകൾ പരിഗണിക്കുന്നതോടൊപ്പം തന്നെ പരിഗണിക്കാം. പക്ഷേ സുപ്രീം കോടതിയുടെ പ്രാഥമികമായുള്ള നിരീക്ഷണം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രയറാണ് നിങ്ങളുടെ ഇതിനകത്തുള്ളത് എന്നുള്ള നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് സുപ്രീം കോടതി ഈ കേസ് ഇന്ന് കേട്ടിട്ടുള്ളത്. നേരത്തെ ഹൈക്കോടതിയിൽ ഇതുപോലെ SFIയുടെ പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഐഷി ഘോഷിന്റെ പേരിലാണ് ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതിയിലെ പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് FRT എന്ന് പറയുന്ന ഫേസ് റെക്കഗ്നീഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഇഷ്യൂ അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്ന് അത് പിന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അന്നുണ്ടായിരുന്നത് വീഡിയോഗ്രാഫി ചെയ്യുന്നതുമായി ഫോട്ടോഗ്രാഫി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നത്. ആ കേസ് തന്നെ കഴിഞ്ഞ തവണ പരിഗണിച്ച സമയത്ത് അതിനുശേഷം സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ പിന്നെ പരിഗണിക്കാൻ തുടങ്ങിയപ്പോൾ ഹൈക്കോടതി അത് പിന്നെ ഓഗസ്റ്റ് മാസം 25-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം സുപ്രീം കോടതി മറ്റ് കേസുകൾ പരിഗണിക്കുന്നുള്ളതുകൊണ്ട് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് ശേഷം പരിഗണിക്കാം എന്ന് പറഞ്ഞ് ഓഗസ്റ്റ് മാസം 25-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്.